തക്കാളിയുടെ ചില ഫലപ്രദമായ സവിശേഷതകളെക്കുറിച്ച് നമുക്കറിഞ്ഞാലോ. തക്കാളി എന്നത് പഴമായും പച്ചക്കറിയായും കണക്കപ്പെടുന്നു. തക്കാളി ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി വളരെയധികം നേട്ടങ്ങളാണുള്ളത്. തക്കാളി കൃഷി ചെയ്യുവാനും വീട്ടിൽ വളരെ എളുപ്പമാണ്. തക്കാളിയിലെ ജലത്തിൻ്റെ അളവ് 95%. മറ്റു 5% പ്രധാനമായും കാർബോയും ഫൈബറുമാണ്. ഒരിടത്തരം വലിപ്പമുള്ള തക്കാളി 22 കലോറി മാത്രമേ ഉള്ളൂ. ചില ഗുണങ്ങളുമുണ്ട് തക്കാളിക്ക്. രക്തം കട്ടപിടിക്കുന്നതിനെ തടയുന്നു. രക്തം കട്ടപിടിക്കുന്നത് കാരണമായുള്ള ഹൃദയരോഗങ്ങളാൽ ധാരാളം മരണങ്ങൾ ഉണ്ടാകുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ഇങ്ങനെ രക്തം കട്ടപിടിക്കുന്നതിനെ തക്കാളിക്ക് തടയുവാൻ കഴിയും. അനാധാരണമായി കാര്യകാരണ സഹിതമല്ലാത്ത കോശവളർച്ച ശരീരത്തിലെ മറ്റു കലകളെയും ബാധിക്കുന്ന അവസ്ഥയാണ് ക്യാൻസർ അല്ലെങ്കിൽ അർബുദം. യൂണിവേഴ്സിറ്റി ഓഫ് മെട്രോയിൽ നടത്തിയ പഠനമനുസരിച്ച് തക്കാളി അടങ്ങിയിട്ടുള്ള ഭക്ഷണക്രമം പാൻക്രിയാറ്റിക് ക്യാൻസർ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ദഹനത്തെ സഹായിക്കുന്നുണ്ട്. തക്കാളിയിൽ കാണപ്പെടുന്ന നാരുഘടകങ്ങൾ ദഹനേന്ദ്രിയ പേശികളുടെ പെരിസ്റ്റാൾട്ടിക് ചലനത്തെ ക്രമീകരിക്കുന്നതിലൂടെ കൂടുതൽ ദഹനരസം ഉൽപ്പാദിപ്പിക്കപ്പെടാൻ സഹായിക്കുന്നു. തക്കാളിയിൽ സൗന്ദര്യ സംരക്ഷണങ്ങളുമുണ്ട്. ആരോഗ്യമുള്ള പല്ലുകൾ, അസ്ഥികൾ, മുടി, ചർമ്മം എന്നിവ നിലനിർത്താൻ തക്കാളി സഹായിക്കും. തക്കാളി ജ്യൂസിൻ്റെ ഉചിതമായ ഉപയോഗം കടുത്ത സൂര്യതാപങ്ങൾക്ക് സുഗമം. ചർമ്മ സംരക്ഷണങ്ങളിലുള്ളിൽ കഴിച്ചാലും പുറത്തു പ്രയോഗിച്ചാലും തക്കാളി ചർമ്മത്തിന് വളരെ ഗുണകരമാണ്. ചർമ്മത്തിൽ സ്ക്രബായി ഉപയോഗിക്കപ്പെടുകയാണെങ്കിൽ മാതൃകോശങ്ങളെ നീക്കം ചെയ്യുന്നതിൽ മിനുസമാർന്ന ചർമ്മം ലഭിക്കാൻ സഹായിക്കുന്നു. വെയിലായിട്ടുള്ള കരുവാളിപ്പിനെ മാറ്റാൻ തക്കാളിയും തൈരും ചേർത്ത് ഉപയോഗിക്കാറുണ്ട്. പ്രായമാകുന്ന പ്രക്രിയയെ തക്കാളി മന്ദീഭവിക്കുകയും ചെയ്യും. കൂടുതൽ ഓക്സിജനെ സ്വീകരിച്ച് ചർമ്മത്തെ ചെറുപ്പവും ഉന്മേഷഭരിതവുമായി നിലനിർത്തും. കേശ സംരക്ഷണം, ചൊറിച്ചിൽ, താരൻ, സോറിയോസിസ്, എക്സ്മ തുടങ്ങിയ ശിരോചർമ്മ പ്രശ്നങ്ങളെ ചികിത്സിക്കുവാൻ തക്കാളി വളരെ ഉത്തമമാണ്. ഇതിൽ അടങ്ങിയിട്ടുള്ള ജീവകം താരനുണ്ടാകുന്നതിനെ പ്രതിരോധിച്ച് ശിരോചർമ്മത്തെ സ്വതന്ത്രമാക്കുന്നു. മുടിയിഴകൾക്ക് ഇലാസ്തികതയും തിളക്കവുമുണ്ടായി വരണ്ട മുടി എന്ന അവസ്ഥ മാറുന്നതിന് എണ്ണയും തക്കാളിയും ചേർത്തുണ്ടാക്കുന്ന കുഴമ്പിന് കഴിയും. വരണ്ട ശിരോചർമ്മത്തിന് ഈർപ്പം പ്രദാനം ചെയ്യുവാനും അങ്ങനെ മുടിയിഴകളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ഈ പ്രക്രിയയിലൂടെ സാധിക്കും. കാഴ്ചയെ മെച്ചപ്പെടുത്തുന്നുണ്ട് തക്കാളിയിലെ ബീറ്റ കരോട്ടിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഒന്നാംതരം നിരോക്സികരായ ജീവകം എന്ന നേത്രരോഗങ്ങളെ ഭേദമാക്കുവാനും സഹായിക്കുന്ന ഘടകമാണ് ജീവകം എയുടെ അഭാവം കാരണമായും സ്വതന്ത്ര കണങ്ങൾ കാരണമായാണ് നിശാന്തത, റെറ്റിനയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയവ ഉണ്ടാകുന്നത്. ജലീയതയുള്ള ഭക്ഷണം. ദൈനംദിന ഭക്ഷണത്തിൽ തക്കാളിയെ ഉൾപ്പെടുത്തുക. ഇവയുടെ 95% വെള്ളമാണ്. വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ 18 മുതൽ 22 വരെയുള്ള താഴ്ന്ന കലോറി മൂല്യമാണ് തക്കാളിക്കുള്ളത്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ ക്രമീകരിച്ച് കൂടുതൽ ഭക്ഷണം അനാവശ്യമായി വേണ്ടിവരുന്നതിനെ ഒഴിവാക്കുവാൻ ഇതുകൊണ്ട് സാധിക്കും. ജീവകം എയുടെ അഭാവം കാരണമായും സ്വതന്ത്ര കണങ്ങൾ കാരണമായാണ് നിശാന്തത, റെറ്റിനയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയവ ഉണ്ടാകുന്നത്. ജലീയതയുള്ള ഭക്ഷണം. ദൈനംദിന ഭക്ഷണത്തിൽ തക്കാളിയെ ഉൾപ്പെടുത്തുക. ഇവയുടെ 95% വെള്ളമാണ്. വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ 18 മുതൽ 22 വരെയുള്ള താഴ്ന്ന കലോറി മൂല്യമാണ് തക്കാളിക്കുള്ളത്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ ക്രമീകരിച്ച് കൂടുതൽ ഭക്ഷണം അനാവശ്യമായി വേണ്ടിവരുന്നതിനെ ഒഴിവാക്കുവാൻ ഇതുകൊണ്ട് സാധിക്കും.